ഖുർആൻ എന്താണ് പറയുന്നത്, പ്രവാചകൻ എന്താണ് പറയുന്നത്? ജിഹാദിന്റെ മാനം തന്നെ നിങ്ങൾ നോക്ക്. കിത്താൽ ഉൾക്കൊള്ളുന്ന ആയുധമേന്തിയ യുദ്ധത്തിന് പ്രവാചകന്റെ അനുചരൻ പ്രവാചക സന്നിധിയിൽ വന്നു. പ്രവാചക സന്നിധിയിൽ വന്നിട്ട് പ്രവാചക തിരുമേനിയോട് പറഞ്ഞു, ഞാൻ ആയുധമേന്തിയ ജിഹാദിന് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രായം ചെന്ന മാതാപിതാക്കളുണ്ടോ? പ്രായം ചെന്ന മാതാപിതാക്കളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്. എങ്കിൽ ഇത്ര മറ്റൊരു റിപ്പോർട്ടിൽ പറയാണ്, ആ മാതാപിതാക്കൾക്ക് ഞാനല്ലാതെ മറ്റൊരാളില്ല. മറ്റൊരു റിപ്പോർട്ടിൽ വീണ്ടും പറയുന്നു, ആ മാതാപിതാക്കൾ എന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ അവരുടെ സമീപത്ത് എന്ന് ജിഹാദ് ചെയ്യും. എന്താ ജിഹാദ്? സ്വന്തം ബാപ്പാനെയും ഇമ്മാനെയും തട്ടിയിട്ട് വാന്നാണോ പ്രവാചകൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അല്ല. പിന്നെയോ, ആ ബാപ്പാക്ക് മരുന്ന് കൊടുക്കൽ, ആ ഉമ്മയെ സംരക്ഷിക്കൽ, ആ ഉമ്മയെ നോക്കൽ. അങ്ങനെ മാതാപിതാക്കളെ കാരുണ്യാതിരേഖത്താൽ കയ്യിലേന്തി താലോലിക്കുന്നതിനെ ജിഹാദ് എന്ന് വിളിച്ച മതമാണിത്. സ്ത്രീകൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് ജിഹാദിനെ പറ്റി ചോദിച്ചു. പ്രവാചകന്റെ മടിമുത്തുകളിൽ കാണാം, ഹജ്ജ് എത്ര നല്ല ജിഹാദ്. ഓ, മുസ്ലിങ്ങളൊക്കെ ജിഹാദിന് പോകുക കേട്ടോ എന്ന ഹജ്ജിനെ പറ്റി ആരെങ്കിലും പറയാറുണ്ടോ? ഉണ്ടോ? ആമിൻതാത്ത ഹജ്ജ് കഴിഞ്ഞ് വന്ന്, എന്തൊക്കെ ആമിൻത നിങ്ങൾ ജിഹാദ് കഴിഞ്ഞ് വരിക? അതിന് എന്റെ അടുത്ത് ആയുധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കുട്ടിയെ. ഹജ്ജിന് ജിഹാദ് എന്ന് റസൂല് പറഞ്ഞു. ഹജ്ജ് ജിഹാദാണ്. ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ ഇന്നത്തെ കാലത്ത്? ഹജ്ജ് ജിഹാദാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചു ഇസ്ലാം. ഇസ്ലാമിൽ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ 25-ാം അധ്യായം 52-ാമത്തെ സൂക്തം. ആ സൂക്തത്തിൽ പറയുന്നത്, ഫലാ തുതീൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തുക. ഇത് മക്ക കാലഘട്ടത്തിലാണ് ഈ അധ്യായം ഇറങ്ങുന്നത്. മക്ക കാലഘട്ടത്തിൽ ആയുധം എന്തിയിട്ടില്ല, ആയുധം എടുത്തിട്ടില്ല, പിച്ചാത്തി എടുത്തിട്ടില്ല, ഒരു നൈൽ കട്ടർ പോലും ഉപയോഗിച്ചിട്ടില്ല. പിന്നെയല്ലേ മക്ക കാലഘട്ടത്തിൽ പല്ല് തോണ്ടുന്ന ഒരു സാധനം പോലും ഉപയോഗിച്ചിട്ടില്ല ആയുധമായിട്ട്. ആ കാലഘട്ടത്തിലാണ് ഖുർആൻ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്ന് പറയുന്നു. ഇതാകുന്നു ഏറ്റവും വലിയ ജിഹാദ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏത്? ഖുർആൻ കൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന ജിഹാദ്, ഖുർആൻ കൊണ്ട് ജനങ്ങളെ സംസ്കരിക്കുന്ന ജിഹാദ്, ഖുർആൻ ഓതിക്കൊടുത്തുള്ള ജിഹാദ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇന്ന് അറബ് രാജ്യങ്ങളിൽ, പല അറബ് രാജ്യങ്ങളും, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അറബ് രാജ്യങ്ങളിൽ. അറബ് രാജ്യങ്ങളിലെ പല സെന്ററുകളും അവിടുത്തെ മുസ്ലിം പട്ടാളക്കാർ വന്ന് പൂട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പച്ചയായി പറയും, പല അറബ് രാജ്യങ്ങളിലും മുജാഹിദ് സെന്ററുകൾ വരെ, സലഫി സെന്ററുകൾ വരെ അടച്ചു പൂട്ടിക്കുന്നു ഇവിടുത്തെ അറബികൾ. എന്തുകൊണ്ട്? ജൂതന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന, ക്രൈസ്തവ ലോകത്തിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന, അമേരിക്കയ്ക്ക് വേണ്ടി, ഇസ്രയേലിന് വേണ്ടി, ബ്രിട്ടന് വേണ്ടി, ലോക ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പഞ്ചമുച്ചവടക്ക് തലവാഴ്ത്തി കൊടുത്ത അറബികൾ. ആ അറബ് നാട്ടിൽ ഇസ്ലാമിക ദേവത്ത് പാടില്ല. അറിയോ നിങ്ങൾക്ക്? ഇപ്പോ ഈ 2-3 മാസമായിട്ട് സെന്റർ പൂട്ടി സീല് വെച്ച് പണ്ഡിതന്മാരെ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് അയക്കുക. ഈ നാടോ ഇങ്ങനെ റോട്ടിൽ മൈക്ക് കെട്ടാൻ അധികാരമുള്ള ഒരു രാജ്യവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കേരളം വിട്ടാൽ മറ്റ് സംസ്ഥാനം പോലും ശരിക്കും കാണാൻ കഴിയുമോ നിങ്ങൾക്ക്? ഈ അനുഗ്രഹമുള്ള നാട്ടിൽ എന്തിന് NDF, എന്തിന് സിമി, എന്തിന് ISS ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? എപ്പോഴാണ് ഇസ്ലാം പ്രതിരോധിച്ചത്? 13 കൊല്ലം പ്രവാചക തിരുമേനി മക്കത്ത് ക്ഷമിച്ചോ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞ മദീനയിൽ വന്ന് ബദർ തൊടുത്തു വിട്ട് മുതൽ നബി നിങ്ങൾക്ക് മാതൃകയാന്നല്ല ആണോ? മദീനയിൽ വന്നതിന് ശേഷം ബദർ നോക്കൂ. എന്ത് നബി സമാധാന കരാറിൽ ഏർപ്പെട്ടാൽ ഒരു വിഭാഗം പറയും അതൊക്കെ ലൈഫാണ്. നബി ജൂത പെൺകുട്ടിക്ക് മാപ്പ് കൊടുത്ത് ലൈഫാണ്. നബി കത്തിയോണ്ട് കുത്തി ഭയങ്കര സഹിഹാട്ടോ. നബി AK-47 എടുത്ത് കുശു ആക്കി എന്ന് കിട്ടി. ആ ഹദീസിനെ പോലെ അത് മാത്രം മതി സ്വർഗത്തിലെത്തായി. ഒരു ടീമിന്റെ വ്യാഖ്യാനാണ്. നബി ഒരു ക്രിസ്ത്യാനിക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു, ആ ഹദീസ് കൊള്ളാത്തതാണ്. അവിടെ ലൈഫും NDF-ന് ഷിർക്കിന്റെ ഒരു ഹദീസ് ഉദ്ധരിച്ച് ഷിർക്കിനെ ന്യായീകരിച്ചാലോ അതിനൊരു മറുപടിയില്ല. ആയത്ത് ഉദ്ധരിച്ച് അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്ന് ഓതിയാലോ അഭിപ്രായ ഭിന്നതയില്ല. മറിച്ചൊരു പാവപ്പെട്ടവന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഹദീസ് ലൈഫാക്കാൻ പണ്ഡിതന്മാർ പഞ്ചമുച്ചമടക്കി ഇമാൻ കൗൺസിലുകളിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടം ആലോചിച്ചു നോക്കണം, ചിന്തിക്കണം. ഇസ്ലാം എനിക്കിപ്പോ ആകെ തോന്നുന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ സംഘടന 3 സംഘടന പറഞ്ഞല്ലോ, ആ സംഘടനയിൽപ്പെട്ട ഒരു മെമ്പർക്ക് സ്വന്തം വീട്ടിലിരിക്കാൻ 1 മിനിറ്റ് സാധിക്കുന്നില്ല. ഓനിപ്പുറത്തൂടെ പോലീസ് അപ്പുറത്തൂടി, ഓപ്പുറത്തൂടിച്ചാലും പോലീസ് അപ്പുറത്തൂടി. ഓനെന്റെ ഭാര്യ അസ്സലാമു അലൈക്കും, അപ്പോഴേക്ക് പോലീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും. എങ്ങട്ടാ ഓനെ പോണേ?
അങ്ങനെ ഓരോന്റെ വീട്ടില് ഉമ്മാന്റെ കൂടെ ഒരു പിടി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ബാപ്പാന്റെ കൂടെ ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, മക്കളെ കാണാൻ കഴിയുന്നില്ല. എന്നിട്ട് ഇപ്പൊ എന്താ, ഒളിവില് പോവുകയാണ്. കാശ്മീരില് അവനാൻ ജനിച്ച നാട്ടില് സ്വസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിടുമ്പോ പരിശുദ്ധ കാബത്തിന്റെ സമീപത്ത് എന്ന് പറയാ, കാബേ നിന്നെ വിട്ടു പോകാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ജനിച്ച മക്ക നാട് വിടാൻ എനിക്ക് ആഗ്രഹമില്ല. ജീവിക്കാൻ അനുവദിക്കാതെ അല്ലാഹുവാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പുറത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് മക്ക, പരിശുദ്ധ കാബ, ഞാൻ ഈ നാട് വിട്ടു പോകുന്നത്, ഞാൻ തിരിച്ചു വരും. ഘട്ടമില്ലാതായപ്പോ ഈ നാടിന്റെ പ്രത്യേകത എന്താ? ഈ നാട്ടിൽ ഞാനിപ്പോ ഇന്ന് 2ാമത്തെ മണ്ഡല സമ്മേളനത്തിലാണ് പങ്കെടുക്കുന്നത് കേരളത്തിൽ. ഇന്ന് 5ഓ 6ഓ 7ഓ മണ്ഡല സമ്മേളനങ്ങളുണ്ട് എന്റെ അറിവിൽ തന്നെ. എത്രയോ മതപ്രഭാഷണങ്ങൾ നടക്കുന്ന റോട്ടിൽ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇവിടുത്തെ സന്യാസിമാർ റോട്ടിൽ വയലെറിയാറുണ്ടോ? ഉണ്ടോ? ഇതുപോലെ ഇവിടെ സ്റ്റേജ് ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു സന്യാസി, ഒരു ക്രിസ്ത്യാനി? കേരളത്തിലുടനീളം മുസ്ലിങ്ങൾ മതം പറയുന്ന പോലെ പോലീസുകാർ ഒരു പക്ഷേ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാവും, കൺട്രോൾ റൂമിൽ ഇരുന്ന് പോലും കേൾക്കുന്നുണ്ടാവും. ഞാൻ അവരോട് തുറന്നു പറയാൻ, ഒരു പൗരൻ എന്ന നിലയിൽ മുസ്ലിങ്ങൾക്ക് മത പെർമിഷൻ കൊടുത്ത പോലെ ഇവിടുത്തെ ഏതൊരു മതവും അവരാഗ്രഹിച്ചിട്ടില്ല എന്ന് മാത്രം. എല്ലാവർക്കും ഒരേ പെർമിഷനാണ്. മുസ്ലിങ്ങൾ അത്ര റോട്ടിൽ മൈക്ക് കെട്ടി മതം പറയുന്നവരാരാ? മുസ്ലിങ്ങൾ അത്ര പ്രാസംഗികന്മാരാരാ? മുസ്ലിങ്ങളിലെ പ്രാസംഗികന്മാരെ പോലെ പ്രാസംഗികരുള്ള ഏത് മതസമൂഹമുണ്ട് ഈ നാട്ടിൽ? എന്നിട്ടും നമുക്കിവിടെ സ്വാതന്ത്ര്യമില്ലെന്നോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിസ്കരിച്ചില്ല എന്നതല്ലാതെ നിങ്ങൾ നിസ്കരിക്കാൻ അനുവദിച്ചില്ല ഇവിടുത്തെ RSSകാർ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബത്തിനടുത്ത് നിസ്കരിക്കുക, അബൂജഹൽ വന്നിട്ട് ഒറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. 2 കണ്ണുകളും മരുഭൂമിയിലേക്ക് തള്ളി നിന്നു എന്ന് ഹദീസ് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി നാവ് പുറത്തേക്ക് തള്ളി. അബൂബക്കറിന്റെ ശക്തമായ തള്ളലിൽ മരണത്തിന്റെ നൂൽബന്ധങ്ങളിൽ നിന്ന് പ്രവാചക തിരുമേനി രക്ഷപ്പെട്ടു പോന്നു. നബിയുടെ കഴുത്തിൽ കുടമാലകൾ ചാർത്തി. പ്രിയപ്പെട്ടവരെ, ദീനനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ ഒരു പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ നമുക്ക്? കള്ളു കുടിച്ച്, പെണ്ണ് പിടിച്ച്, തീവ്രവാദിയായി, അപാലപ്പണത്തിൽ പങ്കെടുത്ത്, ഭീകരവാദിയായി നാടിന്റെ സ്വസ്ഥത നശിപ്പിച്ചതിന്റെ പേരിൽ സ്വസ്ഥതയില്ലാതെ പോയി എന്നതല്ലാതെ, നമസ്കരിച്ചതിന്റെ പേരിൽ, നോമ്പ് നോറ്റതിന്റെ പേരിൽ, ദൈവത്തിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ, ഏകത്വം പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ മുജാഹിദുകൾ പീഡിപ്പിക്കപ്പെടണം. ക്രൈസ്തവരാൽ, ഹൈന്ദവരാൽ, RSSനാൽ, വജ്രം തള്ളിനാൽ. ഉണ്ടായിട്ടുണ്ടോ? എത്ര വ്യക്തമാണ് ഈ കാര്യം. ഇങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്, ഇങ്ങനെ സ്വസ്ഥമായി സെമിനാറുകൾ, സിംബോസിയങ്ങൾ, റോട്ടിൽ വയലുകൾ, സമ്മേളനങ്ങൾ, നമ്മുടെ ചങ്ങരംകുളം സമ്മേളനമൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്ത സമ്മേളനങ്ങൾ, അമുസ്ലിങ്ങൾ കാതോർക്കുന്ന സമ്മേളനം. ഞാൻ ഇക്കഴിഞ്ഞ ദിവസം ഈ അരൂക്കുറ്റിക്കടുത്ത് പ്രസംഗിച്ചിട്ട് അമുസ്ലിങ്ങൾ കൊണ്ടുവന്നിട്ട് മാല ചാർത്തി. നേരെ മറിച്ച് മുസ്ലിങ്ങളോ ചീമുട്ട എറിഞ്ഞു പലയിടത്തും. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ബാധ്യത കുലിയാഹിലൽ കിതാബി تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني هذا بلاء للناس ولينذروا به وليعلموا أنما هو إله واحد ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تجادلوا أهل الكتاب إلا بالتي هي أحسن ادعو إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. ഖുർആനിലെ 41-ാം അധ്യായം 33-ാമത്തെ വചനം അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ, നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ ലോകത്തിന്റെ സിട്ടാവിലേക്ക് ക്ഷണിക്കാൻ, ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ജൈനന്റെയും ബൗദ്ധന്റെയും മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും എല്ലാ മനുഷ്യരെയും ഏകനായ ദൈവത്തിലേക്ക് ക്ഷണിക്കാൻ. അങ്ങനെ ഏകനായ ദൈവത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ തീവ്രവാദിയാവുകയില്ല, അവൻ ഭീകരവാദിയാവുകയില്ല. എത്രത്തോളം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു വ്യഭിചാരിയായ മനുഷ്യൻ, അദ്ദേഹം വെള്ളം കുടിച്ച് ദാഹം തീർത്ത് നടന്നു വരവേ ഒരു നായ മണ്ണ് കപ്പുന്നത് കണ്ടു. വെള്ളത്തിന് ദാഹിച്ച് മണ്ണ് തിന്നുകൊണ്ടിരിക്കുന്ന നായയെ കണ്ട് തന്റെ ഷൂ കടിച്ചു പിടിച്ച് കിണറിലിറങ്ങി വെള്ളമെടുത്ത് നായക്ക് ദാഹം മാറ്റിയതിന്റെ പേരിൽ സ്വർഗമെന്ന വിശാലമായ ഒരു ലോകം കഷ്ടപ്പെട്ട് ദുരന്തം അനുഭവിച്ച് ക്ഷമകൾ തരണം ചെയ്ത് മഹാത്യാഗം ചെയ്ത് കിട്ടാവുന്ന സ്വർഗം നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ കൊടുത്തു എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം.
പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകം വിധിച്ച മതമാണ് ഇസ്ലാം. പൂച്ചയോട് കാരുണ്യം കാണിക്കാത്തതിന്റെ പേരിൽ നരകമാണ് എന്ന് പഠിപ്പിച്ച അങ്ങനെയുള്ള ഈ മതം അന്യമതക്കാരെ കെട്ടിയിടുമോ, അന്യമതക്കാരെ കൊല്ലുമോ, അന്യമതക്കാരുടെ ശരീരത്തിൽ ബോംബിടുമോ? പ്രിയപ്പെട്ടവരെ, നായക്ക് വെള്ളം കൊടുത്താൽ സ്വർഗം കിട്ടുമെങ്കിൽ മനുഷ്യന്റെ വെള്ളം തടയുമോ? മനുഷ്യന്റെ സ്വസ്ഥത തടയുമോ? ഇസ്ലാം എന്ന